ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ദിസ് ഇസ് യുവർ ദിൻരാഗ്. നമ്മൾ ഇന്ന് അടുത്ത ആഴ്ചയിലോട്ടുള്ള 3 പെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് പെയറാണ് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യൂറോ USD, യൂറോ AUD, USD CAD. ഈ 3 പെയറാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം യൂറോ USDക്ക് വരാം. യൂറോ USDയിൽ മന്ത്ലി പോകുമ്പോൾ മാർക്കറ്റ് ഏകദേശം ഒരു മന്ത്ലിയുടെ ഹൈൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ മിക്കവാറും വരും ദിവസങ്ങളിൽ ഈ ഹൈ ബ്രേക്ക് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ എനിക്കൊരു ബുള്ളിഷ് വ്യൂ എന്നുള്ളത് നമുക്ക് വീക്കിലോട്ട് വരുമ്പോൾ ഒരു ഡിമാൻഡ് സോണിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ പമ്പായിരിക്കുന്നത്. അതായത് ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ പമ്പായിട്ടുള്ളത്. മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക്, അതായത് അടുത്ത തിങ്കളാഴ്ച വെള്ളിയാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഈ കാണുന്ന ഹൈസ് എല്ലാം മാർക്കറ്റ് ടേക്ക് ഔട്ട് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നല്ലൊരു ഡിമാൻഡ് ക്യാൻഡിൽ ഇവിടെ ഉണ്ട്. 2 തവണ ഒരു ഓർഡർ ഫ്ലോ പോലെ നമുക്ക് ഒരു റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് മാർക്കറ്റ്. സോ നമുക്ക് ഒരു ബുള്ളിഷൻ മൂവ്മെൻറ്റാണ് നമുക്ക് നോക്കാം. നമുക്ക് ലോ ടൈമിൽ വരുമ്പോൾ ഇനിയിപ്പോൾ ഡെയിലിയിലൊന്നും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ആ വീക്ക്ലിയുടെ താഴെയായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഡെയിലി ഡിമാൻഡ് സോൺ ഇവിടെ ഉണ്ട്. പക്ഷേ മാർക്കറ്റ് റീടെസ്റ്റിന് വരുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഒരു ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. യൂറോ USDയുടെ കേസിൽ നമുക്ക് അടുത്തായിട്ട് വരുമ്പോൾ യൂറോ AUD അതിൻ്റെ കേസിൽ വരുമ്പോൾ മന്ത്ലി ആകുമ്പോൾ മാർക്കറ്റ് മുന്നേ ഉണ്ടാക്കിയ എല്ലാ മന്ത്ലിയുടെ ഹൈയിനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലിക്വിഡിറ്റി വന്നിട്ട് ഗ്രാബ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു ബെയറിഷ്നെസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീക്കിലിൽ വരുമ്പോൾ നമുക്കൊരു ഡിമാൻഡ് സോൺ വരുന്നുണ്ട് അവിടെ. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡിമാൻഡ് സോൺ വരുന്നുണ്ട്. മാർക്കറ്റ് മേ ബി ഇവിടെ വന്നിട്ട് ഈ ഒരു മൊമെൻറ്റ് മാർക്കറ്റ് തരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ വന്നിട്ട് റിയാക്ഷൻ കിട്ടാൻ ഒരു ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു സെല്ല് നോക്കാം. ഈ മന്ത്ലിയുടെ ഡിമാൻഡ് സോൺ വരെ നമുക്കൊരു സെല്ല് നോക്കാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ പിപ്സ് ഉണ്ട്. നമുക്ക് പിപ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 360 പിപ്സിൻ്റെ അടുത്ത് നമുക്ക് അവിടെ കിട്ടും. നമുക്ക് നെക്സ്റ്റ് ഇനി USD CADിലോട്ട് പോവാം. USD CAD മന്ത്ലി നോക്കുമ്പോൾ മാർക്കറ്റ് ഹൈ തന്നെയാണ്. എനിക്കൊരു ബുള്ളിഷ് മൊമെൻ്റാണ് ഉള്ളത്. കാരണം മുന്നത്തെ മന്ത്ലിയുടെ എല്ലാം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറഞ്ഞ പോലെ ഹൈ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ വീക്കിലോട്ട് വരുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള വ്യൂ ഒന്നുമില്ല. പക്ഷേ നല്ലൊരു ഇൻബാലൻസ് കാണാനുണ്ട്. ഡെയിലിയിൽ നമുക്കൊരു OB അല്ലാന്നുണ്ടെങ്കിൽ ഒരു സപ്ലൈ സോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേ ബി മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റിയാക്ഷൻ തരാൻ ചാൻസ് കൂടുതലാണ്. ഈ ഡെയിലിയുടെ OBയിലോട്ട് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ആ ഡെയിലി OBൻ്റെ നിയറസ്റ്റ് പോയിന്റ് തന്നെ മാർക്കറ്റ് ഉള്ളത്. സോ നമുക്ക് അവിടെ ഒരു എൻട്രി കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ലിക്വിഡിറ്റി പോയിന്റ് വരെയൊക്കെ നമുക്കൊരു സെല്ല് പ്രതീക്ഷിക്കാം. നമുക്ക് കുറച്ചും കൂടി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്ട്രീം TP എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ USD CADിൻ്റെ കേസിൽ നമുക്കൊരു ബെയറിഷ് മൂവ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു 3 പേരിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത പോലെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത 3 പേർ അടുത്ത വീക്കിൽ നമ്മുടെ വ്യൂസിനോട് റെസ്പെക്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ കൺവേർഷൻ മാത്രം നോക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.